നമസ്കാരം. വയനാടുകാർക്കുള്ള വീട് എവിടെ എന്ന് ചോദിച്ചപ്പോ സതീശൻ എന്താ പറഞ്ഞേ? ഞാൻ ചെയ്യട്ടെ, ഒരു കൊല്ലം പിടിച്ചു സർക്കാർ സ്ഥലം മേടിക്കാൻ. കേൾക്ക്, ഒരു കൊല്ലം ഞങ്ങൾക്ക് അവിടെ സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കാൻ പോയത്. ലീഗ് അതിന് പോയില്ല. ലീഗ് നേരത്തെ സ്ഥലം മേടിച്ചു. സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സ്ഥലം മേടിക്കുന്നത്. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഓ ശരി, നോക്കിയേക്കാം. തുടങ്ങി. ദേ നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. സതീശൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ദേ നോക്കി. പക്ഷെ തുടങ്ങിയതാരല്ല, കോൺഗ്രസ് അല്ല, ഡിവൈഎഫ്ഐക്കാർ. അതായത് ഇന്ന് മുതൽ അവിടെ കുടില് കെട്ടാൻ തുടങ്ങി. ഇനി അങ്ങനെയെങ്കിലും ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു കിടപ്പാടം കൊടുക്കാമെന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചു. ഡിവൈഎഫ്ഐ ഇന്ന് രാവിലെ കുറച്ച് വടിയായിട്ടൊക്കെ അവിടെ ചെന്നപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. നോക്കാൻ ചെന്നപ്പോൾ എന്തില്ല, അവിടെ ആളും പേരും ഊരും ഇല്ല, കുറച്ച് ആനപ്പിണ്ടം മാത്രം കിടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ ആ പാവപ്പെട്ടവർക്ക് എത്ര കാലം വീട് എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടി വരും? കല്ലിട്ടതെല്ലാം ഈ നാട്ടിൽ എവിടെ പോയി നോക്കിയാലും അവിടെ പുല്ല് പിടിച്ച് കിടപ്പുണ്ട്. ഇതിന്റെ അവസ്ഥയും വരാതിരിക്കാൻ വേണ്ടി ഒരു കുടില് നല്ല അന്തസ്സായിട്ട് അവിടെ കെട്ടി. നോക്കിയ അതിന്റെ ദൃശ്യം. മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള കോൺഗ്രസ് ഭവന നിർമ്മാണം വൈകുന്നതിൽ നാടകീയ നീക്കവുമായി ഡിവൈഎഫ്ഐ. സ്ഥലത്ത് ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലാണ് സമരം. കണ്ടില്ലേ, കുടില് കെട്ടി. ഇനി വയനാട് ബാക്കിയുള്ളവർക്ക് ഏത് 100 പേർക്കാണ് വീട് കൊടുക്കുന്നതെന്ന് അറിയാൻ വയ്യ. ആ 100 പേർ ആരായിരുന്നാലും ശരി, അവരെ താമസിപ്പിക്കാൻ താൽക്കാലികമായിട്ട്, കാര്യം അവരൊക്കെ വാടക വീട്ടിൽ കിടക്കുന്നവരാണ്. വാടക കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞ, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് വാടിച്ചു തരാം, പൈസ എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആ നിലയ്ക്ക് പറ്റിച്ച സതീശനും സംഘവും ആ മനുഷ്യരെ തേരാപ്പാര നടത്തിക്കുന്ന സന്ദർഭത്തിലും അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ പച്ച നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നിടത്താണ് കുന്നുംപറ്റയിലെ ആ ഭൂമിയിലേക്ക് ഡിവൈഎഫ്ഐ ഇന്ന് ചെന്നത്. ഡിവൈഎഫ്ഐ ചെല്ലുക മാത്രമല്ല ചെയ്തത്, ഒരു കുടിൽകെട്ടി സമരം. ഇങ്ങനെയൊന്നും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വാക്കുകൊണ്ട് മനുഷ്യരെ പറ്റിക്കാൻ പരിശ്രമിക്കരുത്. അത് നേരാം വണ്ണം നാട്ടുകാരെ കാട്ടിക്കൊടുക്കുമെന്ന് നേതൃത്വം കൊടുത്ത വസീഫ് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടു, നിങ്ങളോട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് എന്താണ്, ഇവിടെ പണി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു പണി നടന്നിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കുണ്ട്. അത് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഇവരെ വിശ്വസിക്കരുത്. ഇപ്പോൾ ഇവർ കേരളത്തിലുടനീളം വലിയ പണം ചെലവഴിച്ച് വലിയ ഓർഡിങ്സുകളൊക്കെ വെച്ച് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് സമൂഹത്തിന്. എന്നാൽ ഇവർ നേരത്തെ കൊടുത്ത വാഗ്ദാനം, ഇവർ പറഞ്ഞ കാര്യം ശുദ്ധ നുണയാണ്. ഇവർ ഉഡായിപ്പിന്റെ അങ്ങേ തലയാണ് എന്നുള്ളതല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 20 കോടി കൊടുത്തപ്പോൾ അതിനെതിരെ പോലും ആക്ഷേപിച്ചവരായി ഇവർ. എന്നിട്ട് ഇവരോ വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് ഇവരുടെ കേന്ദ്ര നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന്, പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയൊക്കെ കൊണ്ടുവന്ന് തറക്കല്ലിടൽ മാമാങ്കം നടത്തി. അവിടെയാണല്ലോ ഇപ്പൊ നിങ്ങൾ കയറി കണ്ടത്. ഇപ്പൊ അവിടെ കുറച്ച് മെറ്റലുണ്ട്. ആ മെറ്റൽ അവരുടേതല്ല കേട്ടോ, അത് ഈ റോഡ് പണിയുടെ മെറ്റലാണ്. കണ്ടല്ലോ. അപ്പോ സതീശൻ പറഞ്ഞ നടക്കും, നിങ്ങൾ പോയി നോക്ക്, പണി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളല്ല, ഡിവൈഎഫ്ഐ. അവരങ്ങനെയെങ്കിലും ആൾക്കാരെ കയറ്റി കിടത്തട്ടെ. കാര്യം ഈ നാട്ടിൽ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആരേ ഉള്ളൂ? അതിന് ഡിവൈഎഫ്ഐയിലെ ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ. പക്ഷേ ജനങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ ഇവരെ കിട്ടില്ല. പക്ഷേ ഡിവൈഎഫ്ഐക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. വീട് വയ്ക്കാമെന്ന രീതിയിൽ പണം പിരിച്ചതിന് ശേഷം ആ പണം എവിടെയെന്ന് ചോദിച്ചാൽ കണക്ക് പറയാതെ മുങ്ങി നടക്കുന്നവരുടെ മുന്നിലേക്ക് വീട് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കുടിൽ കെട്ടുമ്പോൾ ഇനി ആ തട്ടിപ്പ് ഡയലോഗ് വെച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. നാട്ടുകാർ തന്നെ ദൃശ്യം കാണുന്നുണ്ട്. അവിടെ ആന ഇറങ്ങുന്നതല്ലാതെ ഒരു അത്ഭുതവും സംഭവിക്കുന്നില്ല. ആകെ ചെയ്ത പ്രവർത്തനം, ഇനി ആ ഭൂമിയിൽ ആരും കയറാതിരിക്കാൻ അവിടെ ഷീറ്റ് അടിച്ചങ്ങ് മറക്കുകയാണ്. അതിനകത്ത് ആരും പ്രവേശിക്കാൻ പാടില്ല. എന്ത് നടക്കുന്നുവെന്നും ആരും അറിയണ്ട. ഞങ്ങളിട്ട കല്ല് അവിടെ കിടന്ന് പുല്ല് കിളിർത്താൽ പോലും അതിന്റെ ദൃശ്യം പുറത്തു വരാതിരിക്കാനുള്ള പണി മാത്രമാണ് എടുക്കുന്നതെന്ന് ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ ആ പ്രതിഷേധം കൊണ്ട് തെളിയിക്കപ്പെടുകയാണ്.